സ്വന്തം മകനോ അല്ലെങ്കിൽ മകളോ മരിച്ചുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകും. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കന്മാർ. ആ കുട്ടികളെ കാണുമ്പോൾ പലരും സിവിയറാണ്. ആ കുട്ടികൾ ജനിച്ച അന്ന് മുതൽ മരണം വരെയും ഈ മാതാപിതാക്കന്മാരുടെ നെഞ്ചിലൊരു നെരിപ്പോടാണ്. അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഒരു ദുഃഖവാർത്ത വായിച്ചതാണ്. ഇത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ മാതാവ് മകളെ ഇല്ലാതാക്കിയിട്ട് അവരും സ്വയം ഇല്ലാതായി. ഇന്ന് നടന്ന സംഭവമാണ്. വളരെയധികം വേദനയോടെയാണ് ആ വാർത്ത കേട്ടത്. നമ്മുടെ സംവിധാനങ്ങളുടെ കുഴപ്പമാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള എൻ്റെ കുട്ടിക്ക് എൻ്റെ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ മരണശേഷമായാലും ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ചു നിർത്തുവാൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. വർഷം കൊടുക്കുന്ന സ്കോളർഷിപ്പ് മറ്റുമല്ല അവർക്ക് വേണ്ടത്. ആ അമ്മമാർക്ക്, അച്ഛന്മാർക്ക് അവരുടെ നെഞ്ചിന് നീറ്റൽ അണയ്ക്കാൻ കഴിയണം. അവർക്ക് ഇത്രയേ ഉള്ളൂ. അവർ ജീവിച്ചിരിക്കുമ്പോഴും ഇവരെ സംരക്ഷിക്കുവാനും മരണശേഷവും ഈ കുട്ടികൾ സംരക്ഷിക്കുവാനുമുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന നാടാണ് ഇത് എന്ന ചിന്തയുണ്ടെങ്കിൽ ഒരു മാതാവും ഒരു പിതാവും ഇത് ചെയ്യില്ല. എല്ലാ വർഷവും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ആരും ഒന്നും ചെയ്യുന്നില്ല. പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോ വാർഡിൽ കയറിയിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വാർഡിലും ഉണ്ടാകും ഇത്തരം കുട്ടികൾ. നിങ്ങൾക്കൊരു അജണ്ട വേണം. ഇത്തരം കുട്ടികളെ സഹായിക്കുവാൻ, ഇത്തരം മാതാപിതാക്കന്മാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ ഒരു 1000-ഓളം പഞ്ചായത്തുണ്ട്. 1000-ഓളം പഞ്ചായത്തിൽ എത്ര മെമ്പർമാരുണ്ട്? ഇത്തരം സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇത്തരം കുട്ടികൾ എത്ര പേരുണ്ടാവും? അവരുടെ പുനരധിവാസത്തിന്, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് ചെലവഴിക്കേണ്ടി വരുന്നത് വെറും പീനട്ടുകൾ മാത്രമാണ്. വെറും പീനട്ടുകൾ. അതുപോലും നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു സംവിധാനം, ഇവിടെ സ്ഥിരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ലേ? പേരിന് വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും 4 ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേർക്ക് ജോലി കൊടുത്ത് വെറുതെ കാട്ടിക്കൊടുത്ത പ്രഹസനങ്ങൾ അല്ല നമുക്ക് ആവശ്യം. ഈ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് തണുപ്പ് നൽകുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് ആരുടെ വാക്കുകൾ വേണ്ട, അവർക്ക് വിശ്വാസമാണ് വേണ്ടത്. ഈ സംവിധാനം ഇവിടെയുണ്ട്. ആ വിശ്വാസം അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തത്? ഈ ഇലക്ഷൻ കാലത്തെങ്കിലും അവർ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ധാർമ്മികതയാണത്. നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരം ഒരു കുട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾ ജയിച്ചാലും തോറ്റാലും മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇത്തരം കുട്ടികളെയും ആ മാതാപിതാക്കന്മാരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം അതാത് പഞ്ചായത്തുകളിൽ പോലും ഉണ്ടാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പോട്ടെ, ഒരു ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല? ഒരു പഞ്ചായത്തിൽ എത്ര കുട്ടികൾ ഉണ്ടാകും? അത്തരം കുട്ടികളുടെ സംരക്ഷണം ജീവിതകാലം മുഴുവൻ ഏറ്റെടുക്കുവാനായിട്ട് എന്തുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റില്ല? ചിന്തിക്കണം നിങ്ങൾ. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇനിയും ഇത്തരം കുട്ടികളുടെ മാതാവായതിന്റെ പേരിൽ, പിതാവായതിന്റെ പേരിൽ നീറി മരിക്കാൻ വിധിക്കപ്പെട്ടവരെ ആക്കരുത് നിങ്ങളുടെ മണ്ഡലത്തിലെ, നിങ്ങളുടെ പഞ്ചായത്തിലെ, നിങ്ങളുടെ വാർഡിലെ ഇത്തരം മാതാപിതാക്കന്മാരെ. താങ്ക് യു.